നീ എന്തേലും ചെയ്യുവാണോ? ആ അല്ല, ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ നിന്നെ കാണിച്ചിരുന്നു, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെന്നാ അങ്ങോട്ടൊന്നും ചെല്ലുന്നതെന്നും ചോദിച്ച്. എടാ, നീ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയില്ല. നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് ചേർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. നിൻ്റെ ഒരാളുടെ നിർബന്ധത്തിനാണ് നമ്മൾ ആ പെണ്ണിൻ്റെ വീട് വരെ ഒന്ന് പോയി. ചെന്ന് കയറി ആ വീടും പരിസരവും കണ്ടപ്പോൾ തന്നെ എനിക്കും അച്ഛനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ വന്നായിരുന്നു. ആ വീട് വാടക വീടാണ്, നിനക്കതറിയാവോ? അറിയാം. അന്നൊക്കെ നമ്മൾ അറിഞ്ഞു, നമ്മളൊക്കെ അന്വേഷിച്ചായിരുന്നു. ആ അച്ഛൻ പെയിൻറ്റ് പണിക്ക് പോകുന്നു, അമ്മ കുടുംബശ്രീ അല്ല എന്താ തൊഴിലുറപ്പ്, കുടുംബശ്രീ അല്ലല്ലോ, തൊഴിലുറപ്പിൽ ജോലിക്ക് പോകുന്നു. ഒരു ചേട്ടൻ ചെറുക്കനുള്ളത് കള്ളും കഞ്ചാവുമായിട്ട് നടക്കും, ഒരു പണിയില്ല അവന്. ആ വീട്ടുകാരെ മുഴുവൻ നോക്കുന്നത് ഈ പെണ്ണാണ്. എടാ, ഇന്നലെ വന്ന കൊച്ചിൻ്റെ ആലോചന നല്ല കൂട്ടരാണ്, നല്ല കുടുംബക്കാർ. ആ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും. അച്ഛൻ ഡോക്ടറാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? അമ്മ ഹയർ സെക്കൻഡറിയിൽ ടീച്ചറാണ്, റിട്ടയർഡായ അവർക്ക് എത്ര രൂപ പെൻഷൻ തന്നെ കിട്ടുമെന്നറിയാമോ? അവരുടെ കാര്യം നോക്കാൻ വേറൊരു മനുഷ്യൻ വേണ്ട. അതുപോലുള്ളൊരു കുടുംബം. അതിൻ്റെ ചേട്ടൻ സൗദിയിലോ മറ്റോ ആ പെങ്കൊച്ചിൻ്റെ, അതും നല്ല എന്തോ ജോലിയാണ്. എല്ലാം കൊണ്ടും നല്ല കുടുംബക്കാർ. നിനക്കറിയാമല്ലോ, നിൻ്റെ ചേച്ചിയെ നല്ല പോലെ സ്വർണവും നല്ല വലിയ വില കൂടിയ കാറും ഒക്കെ കൊടുത്താണ് നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അത് നല്ല അന്തസ്സുള്ള കുടുംബക്കാർ. നോക്കണം മോനെ, അതൊക്കെ നോക്കാതെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ കൂടിയാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ രണ്ട് ചെറുക്കനും പെണ്ണും തമ്മിൽ ചേരുന്നത് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വർത്താനം കേട്ടിട്ട് തന്നെ അയ്യോ എനിക്ക് എന്തോ ആയിപ്പോയി, ചെന്നല്ലോ എന്നായിപ്പോയി. അതുകൊണ്ട് നീ വെറുതെ അത് മനസ്സിലിട്ട്. എടാ, നിൻ്റെ ചേച്ചിക്ക് കൊടുത്തത് സ്ത്രീധനം എന്നുള്ളത് കൊണ്ടല്ല, അവർക്കൊരു അസറ്റാണ്. നാളെ നിൻ്റെ ചേച്ചിക്കും നിൻ്റെ അളിയനും കൊടുക്കാൻ നമ്മൾ കരുതി വെച്ചിരുന്ന ഒരു അസറ്റാണത്. അതുപോലെ അതിനെ കാണേണ്ടത്. നീ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു, 10 പൈസ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പൈസയായിട്ട് പോട്ടെ, എന്തെങ്കിലും ഒരു സ്വർണം ആ പെണ്ണിൻ്റെ കയ്യിലും കഴുത്തേലും കിടക്കുന്നത് കണ്ടറിയാൻ റോൾഡ് ഗോൾഡാണ്. അത് ഈ ജോലിക്ക് വരേണ്ടത് കൊണ്ട് ഓരോന്ന് അവിടുന്ന് ഇവിടുന്ന് മേടിച്ചിട്ടേക്കുന്നതാണ്. 1 പവൻ്റെ സ്വർണം അതിനുണ്ടാവില്ല. അതൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കട്ടോ. നീ വെറുതെ അതിനൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട, അത് കളഞ്ഞേരെ. നിനക്ക് ഈ കൊച്ചിനെ കാണാൻ വരാൻ പറ്റുമെങ്കിൽ നീ ഒരു ദിവസം പറ, നമുക്ക് അവിടം വരെ ഒന്ന് പോവാം കേട്ടോ.